രാഷ്ട്രീയ പ്രവർത്തനം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ വളരെ ജീവിതത്തിൽ പലതും സൂക്ഷിക്കുന്ന പോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകളും വളരെ സൂക്ഷിക്കണം. കാരണം ഒരു പൊതുപ്രവർത്തകനെ ജനങ്ങളെല്ലാവരും വീക്ഷിക്കും, അല്ലേ? ആ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അയാളെ അറിയാൻ പറ്റും. കാരണം അയാൾ ആ നാട്ടിൽ പ്രത്യേകിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ആൾ ആയതുകൊണ്ട് മിക്ക ആളുകളും അദ്ദേഹത്തിന് അറിയും. പക്ഷെ നമ്മൾ ഒരു പാർട്ടിയിൽ വിശ്വസിച്ച് ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഭരിക്കുന്ന നേതാക്കൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നന്മ ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കുകയും ചെയ്യണം മണികൾ, അല്ലെങ്കിൽ അവർ ചീത്തയാവും. നമ്മളും അതിന് പിന്നിൽ നിൽക്കുന്ന നമ്മളും കെണിയിൽപ്പെടും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഇവിടെ സഖാവ് പിണറായി വിജയൻ്റെ വീട് വളഞ്ഞ EDയെ കുറേ ആളുകൾ കൂട്ടം ചേർന്നിട്ട് അവരോട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് അവരെ കാറ് തല്ലി പൊളിച്ചിട്ടാണ്. ഇതിൻ്റെ കെണികൾപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ കണ്ടത് നമ്മൾ. ഇവരും ഇവരുടെ ഫാമിലിയും ഇനി അത്ര കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഇവരെ ജയിലിലാക്കും. ഇവർക്ക് ചിലപ്പോൾ ജാമ്യം കിട്ടിയെന്ന് വരില്ല. ആ ഫാമിലി പിന്നെ ഇവരോർത്ത് ബുദ്ധിമുട്ടുകയല്ലേ. ഒരു നിമിഷം നിങ്ങളത് ചിന്തിച്ചില്ലല്ലോ. നിങ്ങളുടെ കുടുംബത്തെ പറ്റി ചിന്തിച്ചോ? നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇനി. കാരണം എങ്ങനെ കോടതിയിൽ പോകാൻ പറ്റും? പക്ഷെ കോടതിയിൽ നിന്ന് ഇത് വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പെട്ടെന്ന് രോഷം വന്നിട്ട് ആ നേതാവിനെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. പക്ഷെ നിയമത്തിനെതിരെ നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോവുള്ളൂ. എന്തിനാണ് നമ്മൾ പ്രതിഷേധിക്കാറ്, നമ്മൾ സമരം ചെയ്യാറ്, എന്തിനാ എന്നൊക്കെ നമ്മൾക്കറിയാലോ. നീതിപൂർവമായിരിക്കണം. ഇതിപ്പോൾ ആ നേതാവിൻ്റെ ആരാധന മൂത്തണോ? നിങ്ങൾ നേതാവിനുള്ള ആരാധന മൂത്തണോ ഇതുപോലെയൊക്കെ ചെയ്തത്? ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ അണികൾ ചെയ്തു കഴിഞ്ഞാൽ പെട്ടുപോകുന്നത് ആ അണികളാണ്. നേതാക്കൾ സുഖമായിട്ട് നടക്കും. ഇത് കണ്ടില്ലേ, ഒരു നേതാവ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വളർന്നു വന്ന നേതാവാണ് ഇദ്ദേഹം എന്താ ചെയ്തത്? അവിടെ വന്നിട്ട് പോലീസ് ലാത്തി വീശിപ്പ് അദ്ദേഹത്തിനെ കാണാനില്ല. അദ്ദേഹം മായാവിയായിപ്പോയി. അതിനുശേഷം അവിടെ വന്ന് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആളുകളുടെ ഇടയിൽ നിന്ന് പുള്ളി ഭയങ്കര രോഷത്തോടുകൂടി സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഇദ്ദേഹമൊക്കെ ബുദ്ധിയുള്ള ഒരു പ്രവർത്തകനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൈകടത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പോകുന്ന പഠിച്ചിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവർ ചില മാജിക്കുകൾ കാണിക്കും ജനങ്ങളെ, അല്ലെങ്കിൽ ഈ പ്രവർത്തകരെയൊക്കെ ഭയങ്കര ഉദ്ദീപിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ പെട്ടുപോകുന്നത് അവരാണ്. പാവപ്പെട്ട ആളുകൾക്ക് സ്പിരിറ്റ് കൊടുത്തിട്ട് അവരെന്തും ചെയ്യും. എന്നിട്ട് കേസ് വരുമ്പോൾ ആ പാവങ്ങളകത്താവും. ഇവരൊക്കെ സുഖമായിട്ട് നടക്കും. നേതാക്കന്മാരുടെ മക്കൾ വരുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതൊക്കെ പഠിക്കാതെ അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാതെ ഇതുപോലെ ചെയ്യരുത് ഒരിക്കലും. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും BJP ആയാലും, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല. പ്രതിഷേധിക്കും, പക്ഷേ ബുദ്ധി ഉപയോഗിക്കണം. എത്രത്തോളം നമുക്ക് പ്രതിഷേധിക്കാൻ പറ്റും എന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇവരുടെയൊക്കെ കൂടെ നിന്ന ആളുകളുണ്ട്. അവർ ഈ കാറ് തെല്ലി പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. പക്ഷേ അവരുടെ കൂടെ നിന്ന് പ്രതിഷേധിച്ച ആളുകൾക്കെതിരെയും കേസെടുക്കാൻ ഗവൺമെൻറ് നോക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അവർക്കെതിരെയും കേസെടുക്കാൻ നോക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളൊന്നും ചെയ്തില്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ നേതാവിനെ തൊട്ടാൽ ഞങ്ങൾ ക്ഷമിക്കില്ല എന്നൊക്കെ ഇപ്പം പറയാൻ പറ്റുന്നില്ലല്ലോ. അവർ പറയുന്നത് ഞങ്ങളുണ്ടായില്ലല്ലോ, ഞങ്ങളൊരു തെറ്റ് ചെയ്തില്ലല്ലോ, അവിടെ ഞങ്ങൾ കാറ് തല്ലി വിളിച്ചില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ആ ഗൂഢാലോചനയുടെ ഒപ്പം തന്നെ നിന്ന ആളുകൾക്കും കേസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആ സമയം കളഞ്ഞ് അവരുടെ അധ്വാനം കളഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് നേതാവിൻ്റെ വീട് റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ പോയ ആളുകളാണ്. ഇവർക്കൊക്കെ ഇപ്പോൾ അവരുടെ ജീവിതത്തിന്
ഒരു കല്ലുകടിയായില്ലേ, ജീവിതത്തിന് അവരുടെ ലൈഫിലൊരു കല്ലുകടിയായില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഈ നേതാക്കൾക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ പൊതുമുതൽ നശിപ്പിക്കാനുള്ള കാര്യത്തിലൊന്നും അതുപോലെ ഉള്ള കാര്യങ്ങളിലേക്ക് ഇടപെടരുത് ഒരിക്കലും.